ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ പാർട്ടിലേക്ക് കിടക്കാം. മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ എ പി ഐയുടെ ഒരു ജനറൽ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. എ പി ഐ വളരെ വിശാലമാണ്. കുറേ 1000-900 പേജുള്ള ഒരു ബുക്കാണ് ഈ എ പി ഐ 7th എഡിഷൻ എന്ന് പറയുന്നത്. മുഴുവൻ ഇങ്ങനെ ഒരു പവർ പോയിൻറ്റിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും അതിലത്തെ പ്രധാന ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നു. ഇവിടെ എസ് എ എന്നൊക്കെ പറയുന്നത് നമ്മൾ പേപ്പർ ആവാം, തിസീസ് ആവാം. ഓക്കെ, അപ്പോൾ ഒരു എസ് എന്ന് ഉപയോഗിച്ച് മാത്രമല്ല, നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുന്ന എസ് എന്ന് വിചാരിക്കേണ്ട. അപ്പോൾ നമ്മുടെ ആ ടൈപ്പ് ചെയ്യുന്ന മാറ്റർ ടൈപ്പ് ചെയ്തിരിക്കണം, അതാണ് ഒരു കാര്യം. എ പി ഐ പറയുന്ന ഒരു കാര്യം, നമ്മൾ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യുമ്പോൾ ഡബിൾ സ്പേസ് ആണ് കൊടുക്കേണ്ടത്. ഇതാണ് ഇപ്പോൾ ഒരു A4 സൈസ് പേപ്പർ എന്ന് വിചാരിക്കാം. ഈ A4 സൈസ് പേപ്പറിൽ നമ്മൾ ഡബിൾ സ്പേസ് ഇട്ടിട്ട് വേണം ടൈപ്പ് ചെയ്ത് പോകാൻ. അപ്പോൾ ഞാൻ ഈ 4 സൈഡിൽ ഇങ്ങനെ സ്ഥലം വിട്ട് വരുന്നത് എന്താണ്? അതിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുക. ഈ മാർജിൻ, ഇതിലിവിടെ കാണുന്ന ഈ മാർജിൻ 1 ഇഞ്ച് വേണം. 1 ഇഞ്ച് എന്ന് പറയുന്നത് എല്ലാ സൈഡിലും, മുകളിലും 1 ഇഞ്ച്, ഇവിടെയും 1 ഇഞ്ച്, ഇവിടെയും 1 ഇഞ്ച്, ഇവിടെയും 1 ഇഞ്ച്. എന്നുവെച്ചാൽ ഒരു പേപ്പറിൻ്റെ 4 ഭാഗത്തും 1 ഇഞ്ച് സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ ടൈപ്പ് ചെയ്യാൻ. അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. ബോർഡർ വേണ്ട, പക്ഷേ 1 ഇഞ്ച് സ്പേസ് വേണം. 10 മുതൽ 12 വരെയുള്ള സൈസ് ഫോണ്ട് ഉപയോഗിക്കാം. സ്റ്റാൻഡേർഡ് ഫോണ്ടുകളാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏതൊക്കെയാണ് ആ സ്റ്റാൻഡേർഡ് ഫോണ്ട് എന്നിവിടെ പറയുന്നത്? ഒന്ന് ടൈംസ് ന്യൂ റോമൻ, പിന്നെ ഏരിയലിൽ കാലിബ്രി ഒക്കെ ഉണ്ട്. നമുക്ക് പക്ഷേ ഇനി ടൈംസ് ന്യൂ റോമൻ ഉപയോഗിക്കാം. 10 മുതൽ 12 വരെ വേണ്ട, ടൈംസ് ന്യൂ റോമൻ 12. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസ് ഇട്ടെടുത്താൽ മതി. പിന്നെ സ്റ്റാൻഡേർഡ് സൈസ് പേപ്പറിൽ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് സൈസ് പേപ്പർ എന്ന് പറയുന്നവർ ലെറ്ററും A4 ഉപയോഗിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് മുന്നേ 7th എഡിഷനിൽ നമ്മളൊരു ഫിക്സ്ഡ് ആയിരുന്നു A4. അപ്പോൾ നമുക്ക് ഇനിയും A4 സൈസ് പേപ്പർ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? നമ്മുടെ പേപ്പർ പബ്ലിഷ് ചെയ്യാനായി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന മാറ്ററിൽ ഓരോ പേജിലും എന്തെല്ലാം കാര്യങ്ങൾ വേണം? എവരി പേജ്. ഓക്കെ, നമ്മളൊരു ഡെസർട്ടേഷൻ, ഒരു തീസീസാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ അതിൻ്റെ ഓരോ പേജിലും എന്ത് വേണം അത് നോക്കാം. നമുക്ക് എന്താ വേണ്ടേ? പേജ് നമ്പർ വേണം. എവിടെ വേണമെന്ന് പറയുന്നുണ്ട്? അപ്പർ റൈറ്റ് കോർണർ. ഇവിടെ നോക്കുക, നമ്മൾ സാധാരണ പേപ്പറിൻ്റെ നമുക്ക് അടിഭാഗത്ത് വേണമെങ്കിൽ കാണുന്നില്ല, കളർ കാണുന്നില്ല അല്ലേ? ഒരു ഇതിൻ്റെ അടിഭാഗത്ത് വേണമെങ്കിൽ നമ്പർ ഇടാം, അല്ലെങ്കിൽ നമുക്ക് മുകൾ ഭാഗത്തിടാം. മുകൾ ഭാഗത്ത് റൈറ്റ് സൈഡിലിടണം. ആ റൈറ്റ് സൈഡിൽ ഇടുന്നതിന് തന്നെ ഇവിടെ ഈ മാർജിൻ്റെ ലൈൻ വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം വരാൻ. പിന്നെ ഇങ്ങനെ ഇവിടെ ഈ 1 ഇഞ്ച് സ്പേസ് മാർജിനിൽ നമ്മളിവിടെ ലൈറ്റായിട്ട് കളറിൽ വേറെ എന്തോ സാധനം കിടക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ റണ്ണിങ് ഹെഡ് എന്ന് പറയും. അപ്പോൾ ഈ റണ്ണിങ് ഹെഡിൻ്റെ നേരെ വേണം വരാൻ. അപ്പോൾ റണ്ണിങ് ഹെഡ് വേണം, റണ്ണിങ് ഹെഡിൻ്റെ നേരെ വേണം ടൈപ്പ് ചെയ്യാൻ. ഇനി റണ്ണിങ് ഹെഡ് ടൈപ്പ് ചെയ്തിട്ട് തന്നെ നോക്കുക, ഫുൾ ക്യാപ്സ് ആണ്, ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്ററാണ്. അപ്പോൾ റണ്ണിങ് ഹെഡ് എപ്പോഴും ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക. പിന്നെ ഇവിടെ ഇതിൻ്റെ ഫോണ്ടും ഇതിൻ്റെ ഫോണ്ട് സെയിം ആയിരിക്കണം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ടൈംസ് ന്യൂ റോമൻ ആണെങ്കിൽ ഇതും ടൈംസ് ന്യൂ റോമൻ ആവണം, ഇതും ടൈംസ് ന്യൂ റോമൻ ആവണം. സെയിം ഫോണ്ടായിരിക്കണം എല്ലായിടത്തും വരേണ്ടത്. ഇവിടെ ഇപ്പോൾ 3 സൈഡിലും നമ്മൾ ടൈംസ് ന്യൂ റോമനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. വേറെ എന്തെങ്കിലും ഇതിൽ പറയാൻ വിട്ടുപോയിട്ടോ? പിന്നെ അവർ പറയുന്നൊരു കാര്യം ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ്. അത് മാത്രം നമ്മളിപ്പോൾ അങ്ങോട്ട് ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റിഫൈ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഒരു എന്താ പറയുക, വേർഡിൻ്റെ ഫോർമാറ്റിൽ എടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിൽ തന്നെ സ്റ്റുഡൻസിൻ്റെ പേപ്പേഴ്സിൽ റണ്ണിങ് ഹെഡ് വേണ്ട എന്നും പറയുന്നുണ്ട്. അതാണിപ്പോൾ ഒരു വലിയ മാറ്റം. പണ്ടങ്ങനെ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇനി കുട്ടികൾ തയ്യാറാക്കുന്ന പേപ്പറിൽ
റിസർച്ച് സ്കോളേഴ്സ് എഡ് സ്റ്റുഡൻസൊക്കെ തയ്യാറാക്കുന്ന വർക്കുകളിൽ റണ്ണിങ് ഹെഡ് വേണമെന്നില്ല. ഡു നോട്ട് റിക്വയർ അതും പറയുന്നുണ്ട്. പിന്നെ പ്രൊഫഷണൽ പേപ്പർ ആണ് എന്ന് വെച്ചാൽ പ്രൊഫഷണൽ പേപ്പർ ആണെങ്കിൽ മാത്രമാണ് ഈ ഹെഡർ വരണ്ടു. അപ്പോൾ നമ്മളൊരു ലാബിലെ ഒരു റിസർച്ചർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ റിസർച്ചർ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് പേപ്പർ ഹെഡ് വേണ്ടു. അപ്പോൾ അതിലാണ് ഈ ഷോർട്ടൻ്റെ ടൈറ്റിലും അതെല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം അതുകൂടെ. അപ്പോൾ ഈ റണ്ണിങ് ഹെഡ് നിങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് ഇതെന്ന് മനസ്സിലാവുന്നത്. ദിസ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ യു. ഓക്കെ, പക്ഷേ അതൊരു പ്രൊഫഷണൽ പേപ്പർ നിങ്ങൾ പിന്നീട് നല്ലൊരു റിസർച്ച് സ്കോളറൊക്കെ ആയിട്ട് നിങ്ങളൊരു പ്രൊഫഷണൽ പേപ്പർ തയ്യാറാക്കുമ്പോൾ അത് ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊരു സാമ്പിൾ പേപ്പറായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ പേജ് നമ്പർ ഇടേണ്ട പൊസിഷനൊക്കെ ഒന്ന് മനസ്സിലോർത്തിരിക്കുക. മറ്റേ ബോർഡറിൻ്റെ സൈസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ കാണുന്നത് 1 ഇഞ്ച് സ്പേസ് ആണ്. ഇവിടെ ഇപ്പോൾ 1 ഇഞ്ച് സ്പേസ് ആണ് മാർജിൻ വിട്ടിട്ടുള്ളത്. ഇവിടെയും 1 ഇഞ്ച് സ്പേസ്. ഓക്കെ, ഇനി 4 പ്രധാന സെക്ഷൻസ് ഉണ്ടാവണം നമ്മുടെ പേപ്പറിന്. ഏതൊക്കെയാണ് 4 പ്രധാന സെക്ഷൻസ് എന്നുള്ളത് ഇവിടെയുള്ള ചിത്രത്തിലുണ്ട്. നോക്കിയൊക്കെ എന്തൊക്കെയുള്ളത്. 1 ഒരു ടൈറ്റിൽ പേജ് ഉണ്ടാവണം. 2 അബ്സ്ട്രാക്റ്റ് ഉണ്ടാവണം. 3 മെയിൻ ബോഡി ഉണ്ടാവണം. 4 റെഫറൻസ്. ഈ 4 കാര്യങ്ങൾ നമ്മുടെ പേപ്പറിലുണ്ടാവണം. APA ഡിഫറെൻറ്റ് ഫോർമാറ്റിംഗ് റൂൾസ് പറയുന്നുണ്ട്. കുട്ടികൾക്കും പ്രൊഫഷണലിനും വേണ്ടി ഡിഫറെൻറ്റ് റൂൾസ് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ 6th എഡിഷനിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ പ്രൊഫഷണൽ പേപ്പറിനൊരു സ്റ്റൈലാണെങ്കിൽ സ്റ്റുഡൻറ്റ് പേപ്പറിന് വേറെ സ്റ്റൈലാണ്. അപ്പോൾ അതിൽ സ്റ്റുഡൻറ്റ് പേപ്പറിൻ്റെ സ്റ്റൈലാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ. അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ റണ്ണിങ് ഹെഡ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് പേപ്പറിന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. നിങ്ങൾ പഴയ ഡെസിറ്റേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിലിങ്ങനെ ഒരു ഹെഡിങ് കാണും. നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ അത് വേണമെന്നില്ല. ഓക്കെ, ഇനി പ്രൊഫഷണൽ പേപ്പേഴ്സ് ആർ ദോസ് ഇൻറ്റൻഡഡ് ഫോർ അക്കാഡമിക് ഓർ കമേഴ്സ്യൽ പബ്ലിക്കേഷൻ. അതാണ് പ്രൊഫഷണൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഒരു റിസർച്ച് സ്കോളർ അല്ലെങ്കിൽ ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാൾ, ആക്ച്വൽ റിസർച്ചായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ, അയാളുടെ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതിനെ ആണ് നമ്മൾ കമേഴ്സ്യൽ പബ്ലിക്കേഷൻ അല്ലെങ്കിൽ അക്കാഡമിക് പബ്ലിക്കേഷൻ എന്ന് പറയും. സ്റ്റുഡൻറ്റ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സിൻ്റെ പാർട്ടായിട്ട് ചെയ്യുന്നത്, ചില MEd കോഴ്സിൻ്റെ പാർട്ടായിട്ട് ചെയ്യുന്ന ഒരു പേപ്പറാണെങ്കിൽ അതപ്പോൾ ഡെസർട്ടേഷൻസൊക്കെ സ്റ്റുഡൻറ്റ് പേപ്പേഴ്സിലാണ് വരും. അപ്പോൾ ടൈറ്റിൽ പേജിലൊരു വ്യത്യാസം പറയുന്നുണ്ട്. ഈ വ്യത്യാസം പറയുന്നത് ഒന്ന് ടൈറ്റിൽ പേജിലാണ്, പിന്നെ റണ്ണിങ് ഹെഡർ. റണ്ണിങ് ഹെഡറിൻ്റെ കാര്യമാണ് ഞാൻ തൊട്ട് മുന്നേ ഇവിടെ കാണിച്ചത്. ഇതാണ് റണ്ണിങ് ഹെഡർ. അപ്പോൾ റണ്ണിങ് ഹെഡറിൻ്റെ കാര്യത്തിലൊരു വ്യത്യാസമുണ്ട് പ്രൊഫഷണൽ പേപ്പർ സ്റ്റുഡൻറ്റ് വ്യൂ. പിന്നെ ടൈറ്റിൽ പേജിലും ചില വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വ്യത്യാസമാണ് നമ്മൾ ഇനി ബാക്കിയുള്ള കുറച്ച് സ്ലൈഡുകളിലായിട്ട് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഇതൊരു ടൈറ്റിൽ പേജാണ്. ഇത് സ്റ്റുഡൻറ്റ് പേപ്പറിൻ്റെ ടൈറ്റിൽ പേജാണ്. നോക്കുക ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന്. പേജ് ഹെഡർ ഇല്ല. നോക്കുക, നോ റണ്ണിങ് ഹെഡ്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഏതെങ്കിലും ടീച്ചേഴ്സ് ചിലപ്പോൾ നിങ്ങളോട് കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം 7th എഡിഷനിൽ ഇല്ല, 6th എഡിഷനിലുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതിന് പകരം ഇവിടെ സിംപ്ലി ഒരു പേജ് നമ്പർ മാത്രം ഇടുക. അതെവിടെ ഇടേണ്ടതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. റൈറ്റ് സൈഡിലാണ്, റൈറ്റ് സൈഡ് ടോപ്പ് കോർണറിലാണ് പേജ് നമ്പർ ഇടേണ്ടത് എന്ന കാര്യം ശ്രദ്ധിക്കുക. പിന്നെ വരേണ്ടത് ടൈറ്റിൽ. ടൈറ്റിൽ വരുന്നത് ഇൻ ദ അപ്പർ ഹാഫ് ഓഫ് ദ പേജ്. ഇതിലും ഒക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ പണ്ട് എഴുതിയിരുന്നത് ഇവിടെ ടൈറ്റിൽ, ഇവിടെ ആളുടെ പേര്, ഇവിടെ കുറച്ച് താഴെയായിട്ട് അഫിലിയേഷൻ, ഏറ്റവും താഴെയായിട്ട് ഡേറ്റ് ആണ്. ഇവിടെ നോക്കുക, ഈ പേജിൻ്റെ ആദ്യത്തെ പകുതിയിലാണ് ഈ മാറ്റർ നിൽക്കുന്നത്, താഴത്തെ പകുതി ഫ്രീ ആണ്. പക്ഷേ ഇതൊരു പേപ്പർ തയ്യാറാക്കുമ്പോൾ ചെയ്താൽ മതി. ഒരു ഡെസർട്ടേഷൻ തയ്യാറാക്കുമ്പോൾ ഇത് അലൈൻ ചെയ്ത് താഴേക്ക് കൊടുക്കുക തന്നെയാവും ഭംഗി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഭാഗം ഏറ്റവും താഴെ വരണം. നിങ്ങൾ ഡെസർട്ടേഷൻ എടുത്ത് നോക്കിയാൽ മതി, അതിൻ്റെ ഫസ്റ്റ് പേജിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ ഇത് ഇയാളുടെ പേര്,
ഈ സ്കോളറുടെ പേര്, ഇത് അയാളുടെ അഫിലിയേഷൻ, അയാൾ എവിടെയാണ്, അയാളുടെ അഡ്രസ്സ് എന്നൊക്കെ ഇത് കുറച്ചുകൂടി താഴെ ഏതാണ്ട് ഇവിടെ ഇട്ട് വരും, ഇത് സെൻറ്ററായിട്ടും വരും. അങ്ങനെ ഒരു രീതിയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ. പിന്നെ ഇവിടെ പേര് എഴുതുമ്പോൾ ഇവിടെ നോക്കുക, നോ ടൈറ്റിൽ, മിസ്റ്റർ, മിസ്സിസ്, ഡോക്ടർ എന്നൊന്നും നമ്മൾ പേരിൻ്റെ കൂടെ ആഡ് ചെയ്യില്ല. അതേപോലെ തമിഴ്നാട്ടിലൊക്കെ കുട്ടികളുടെ ഡെസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ കാണാം സരിത PC MSc. അപ്പോൾ സരിത PCയുടെ ക്വാളിഫിക്കേഷൻ MSc എന്നുള്ളത് കൂടി കാണിക്കും. പക്ഷെ അത് പാടില്ല. നോ ഡിഗ്രി, നോ ടൈറ്റിൽ. ഓക്കെ. പേരിൻ്റെ കൂടെ വെറുതെ പേര് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ അക്കാഡമിക് ഡിപ്പാർട്ട്മെൻറ്റ്, കോഴ്സ്, ഇൻസ്ട്രക്ടറെ പേര്, ഡേറ്റ്. ഇനി എന്തൊക്കെയാണ് ഉള്ളത്? ദെൻ പ്രൊഫഷണൽ പേപ്പർ. നമ്മളൊരു മാഗസിനിന് വേണ്ടിയിട്ട് ഒരു ജേണലിന് വേണ്ടി ഒരു പ്രൊഫഷണൽ പേപ്പർ തയ്യാറാക്കി അയക്കുമ്പോൾ ഇതേപോലത്തെ ഒരു റണ്ണിങ് ഹെഡ് വേണം എന്നുള്ളതാണ് ഒരു വ്യത്യാസം. പിന്നെ ഇവിടെ ഓതർ നോട്ട്, ഓതറെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഈ പേജിൽ, ടൈറ്റിൽ പേജിൽ വരും. ഇവിടെയും പക്ഷേ ടൈറ്റിൽ പേജിൻ്റെ ആദ്യത്തെ ഭാഗത്ത് മാത്രമായിട്ടാണ് ഈ മാറ്റർ നിൽക്കുന്നത്. സെൻറ്റേഡ് ആണ്. ഇവിടെയും അതെ, നമ്മൾ മിസ്റ്റർ, മിസ്സിസ്, ഡോക്ടർ എന്നുള്ളത് വെക്കില്ല. ഡിഗ്രി, MSc PG എന്നൊന്നും വെക്കില്ല. ഓക്കെ. ഇനി എഗെയിൻ പ്രൊഫഷണൽ പേപ്പറിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പറയുന്നത്. ഓതർ നോട്ട്. ഈ ഓതർ നോട്ട് എന്നുള്ളത് ഞാൻ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു. അപ്പോൾ ഓതർ നോട്ട് എന്ന് വെച്ചാൽ ഈ ഓതറെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ്. അപ്പോൾ അതിൽ ഓർക്കിഡ് ID എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലിങ്ക്ഡിൻ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഓതറെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും. അതുകൊണ്ട് അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ അയാളുടെ കോണ്ടാക്റ്റ് ഇൻഫോയും ഒന്നിലധികം ഓതേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്നുള്ളതും അത്തരം കാര്യങ്ങളൊക്കെ ചേർക്കണം എന്നുള്ളതാണ് ഈ ഓതർ നോട്ടിൽ ശ്രദ്ധിക്കാനുള്ളത്. അതൊരു പ്രൊഫഷണൽ പേപ്പറിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സാധാരണ പേപ്പർ പറഞ്ഞിട്ടില്ല, സ്റ്റുഡൻസ് പേപ്പറിൽ പറഞ്ഞിട്ടില്ല. അടുത്തത് നമുക്ക് അബ്സ്ട്രാക്ട്സ്. അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നൊരു പേജ്, ഇത് നമ്മൾ ഡെസർട്ടേഷനിൽ നമ്മൾ സാധാരണ ചേർക്കാറില്ല. ഡെസർട്ടേഷനിൽ നമ്മൾ സമ്മറി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ഒരു ചാപ്റ്ററായിട്ട് ചേരുന്നതുകൊണ്ട് അബ്സ്ട്രാക്റ്റ് ചേർക്കാറില്ല. പക്ഷേ നമ്മളൊരു മാഗസിനിലേക്ക് ഒരു പേപ്പറൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് കോഴ്സിൻ്റെ ഭാഗമായിട്ട്, MEd കോഴ്സിൻ്റെ ഭാഗമായിട്ട് 2 പേപ്പർ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ആ പേപ്പർ തയ്യാറാക്കുന്ന സമയത്തൊക്കെ നിങ്ങളിത് ശ്രദ്ധിക്കുക, അവിടെ അബ്സ്ട്രാക്റ്റ് ആവശ്യമാണ്. ഇങ്ങനൊരു അബ്സ്ട്രാക്റ്റ് നമുക്ക് ചേർക്കേണ്ടതുണ്ട്. അബ്സ്ട്രാക്റ്റും ചേർക്കേണ്ടത് സെൻറ്ററായിട്ടായിരിക്കണം. ഈ അബ്സ്ട്രാക്റ്റ് എന്നുള്ള ഹെഡിങ് ഉണ്ടാവേണ്ടത് സെൻറ്ററായിട്ടായിരിക്കണം, ബോൾഡായിരിക്കണം, പേജിൻ്റെ ടോപ്പിലാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇത് ബോൾഡാണ് കേട്ടോ, ഈ അബ്സ്ട്രാക്റ്റിന് ഇത് ബോൾഡാണ്. ഒരു 150 തൊട്ട് 200 വാക്ക് വരെ വരാം അബ്സ്ട്രാക്റ്റായിട്ട് ചേർക്കേണ്ടത്. ഓക്കെ. ഇനി മെയിൻ ബോഡി. എന്താണ് നമുക്ക് മെയിൻ ബോഡി മാറ്ററിൽ വേണ്ടത്? നമ്പർ ദ ഫസ്റ്റ് ടെക്സ്റ്റ് പേജ് ആസ് പേജ് നമ്പർ 3. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടൈറ്റിൽ പേജ് കഴിഞ്ഞു, അബ്സ്ട്രാക്റ്റ് പേജ് കഴിഞ്ഞു, ഇനി വരുന്ന പേജാണ് നമ്പർ 3 എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് ഡെസർട്ടേഷനെ സംബന്ധിച്ചല്ല, ഒരു പേപ്പറിനെ സംബന്ധിച്ച് വരും. ഡെസർട്ടേഷനെ സംബന്ധിച്ച് ഇനിയും കുറേ പേജുകൾ വരാനുണ്ട്. നമുക്ക് ഇൻഡെക്സ് വരും, ലിസ്റ്റ് ഓഫ് ടേബിൾസ് വരും, ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് വരും, ലിസ്റ്റ് ഓഫ് അപ്പൻഡിസസ് വരും. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വരുള്ളൂ. പക്ഷേ നമ്മളൊരു ജേർണൽ ആർട്ടിക്കിൾ അയക്കുമ്പോൾ നമ്മുടെ പേജ് നമ്പർ 3ലാണ് നമ്മൾ മെയിൻ ബോഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അവിടെയും സെൻറ്ററായിരിക്കണം, ബോൾഡായിട്ടായിരിക്കണം നമ്മുടെ മെയിൻ മാറ്റർ എഴുതി തുടങ്ങാൻ, ഹെഡിങ് എഴുതി തുടങ്ങാൻ. അതിൻ്റെ താഴെ ടൈപ്പ് ചെയ്ത് പോകണം. ടൈപ്പ് ചെയ്യുമ്പോൾ ഡബിൾ സ്പേസ് ആയിട്ടാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഓരോ പാരഗ്രാഫ് കഴിഞ്ഞാലും ഒരു ബ്രേക്ക് ഉണ്ടാവണം. നമ്മൾ വേറെ ഏത് പേപ്പറിൽ നിന്ന് എന്തെടുത്താലും അതിൻ്റെ സോഴ്സ് നമ്മൾ നോട്ടിഫൈ ചെയ്യണം. ആ സോഴ്സ് നോട്ടിഫൈ ചെയ്തിട്ട് അത് നരേറ്റീവായിട്ടോ അല്ലെങ്കിൽ ബ്രാക്കറ്റിലായിട്ടോ നമുക്ക് ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻസ് കൊടുക്കാം. അപ്പോൾ 2 രീതിയിലാണ് നമുക്ക് ഇൻ ടെക്സ്റ്റ് റെഫറൻസ് കൊടുക്കാൻ പറ്റുക. ഒന്ന് നരേറ്റീവായിട്ട് കൊടുക്കാം, 2 പാരന്തറ്റിക്കൽ. പാരന്തറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റിനുള്ളിൽ. അപ്പോൾ ഈ 2 മെത്തേഡ് ഉണ്ട്. അതെന്താണ് മെത്തേഡ് എന്നുള്ളതാണ് നമുക്ക് ഇൻ ടെക്സ്റ്റ് സൈറ്റേഷനിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ട സെമിനാറിൽ നിങ്ങൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടാവുക.
ഇനി അതിൽ വരുന്ന ടേബിൾസും ഫിഗേഴ്സും എങ്ങനെ ഫോർമാറ്റ് ചെയ്യണം എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്കിനി അടുത്ത സ്ലൈഡുകളിലായിട്ട് നോക്കാനുണ്ട്. ഇതൊന്ന് നോക്കാം നമുക്കിത് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതൊരു സാമ്പിൾ പേപ്പറാണ്. ഈ സാമ്പിൾ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിപ്പോൾ റണ്ണിങ് ഹെഡ് ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ചും ഇത് പ്രൊഫഷണൽ പേപ്പറാണ്. ഓക്കെ, പേജ് നമ്പർ ഉണ്ട്, കളറൊന്നും മാറ്റട്ടെ. ദെൻ കമ്പാരിസൺ ഓഫ് സ്റ്റുഡൻറ്റ് ഇവാലുവേഷൻ ഓഫ് ഇത് എന്തായിരുന്നു, ടൈറ്റിലാണ്. ദിസ് ഈസ് ടൈറ്റിൽ. ഓക്കെ, അപ്പോൾ സെൻട്രലായിട്ടുള്ള ടൈറ്റിൽ. ഇനി അത് കഴിഞ്ഞിട്ട് മാറ്റർ എഴുതി തുടങ്ങും. മാറ്റർ എഴുതി തുടങ്ങുമ്പോൾ ആദ്യത്തെ വാചകം കഴിഞ്ഞ ഉടനെ ഒരാളുടെ പേര് ബ്രാക്കറ്റിലുണ്ട്, ബെർക്ക് 2013. അപ്പോൾ ഇത് പാരന്തറ്റിക്കൽ സൈറ്റേഷനാണ്, അഥവാ ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്തിട്ടുള്ള സൈറ്റേഷനാണ്. ഓക്കെ, അതേപോലെ തന്നെ അതേ വേറെ ഒരെണ്ണം കൊടുത്തേക്കുന്നു, പാരന്തറ്റിക്കൽ സൈറ്റേഷൻ. പക്ഷേ ഇവിടെ ഒന്നിലധികം വർക്കുകളുണ്ട്. ഈ ഗ്രിഫിൻ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, വേറൊരാൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 പേര് പറഞ്ഞിട്ടുണ്ട്. 3 പേരല്ല, 3 സെറ്റ് ഓതേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഗ്രിഫിൻ എറ്റാൾ എന്ന് എഴുതി കഴിഞ്ഞാൽ ഒന്നിലധികം ഓതേഴ്സ് ഉണ്ട്. വെച്ചാൽ ഗ്രിഫിൻ്റെ കൂടെ കുറേയധികം ഓതേഴ്സ് ഉണ്ട് എന്നർത്ഥം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ETAL എന്ന് ഉപയോഗിക്കുക. ഇതൊരു സ്റ്റഡി 2014. ഇത് വേറൊരാളുടെ സ്റ്റഡി, ഇയാൾ ഒറ്റയ്ക്കാണ് ചെയ്തിട്ടുള്ളത്, 2008 ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇയാളുടെ സ്റ്റഡിയും ഈ സ്റ്റഡിയും തമ്മിൽ വേർതിരിച്ചിട്ടുള്ള ഈ ഐക്കൺ നോക്കുക, അത് സെമി കോളനാണ്, കുത്ത് കോമ. ഈ 3 സ്റ്റഡി എഴുതുമ്പോൾ അവസാനത്തിൻ്റെ ഇടയ്ക്ക് ആൻഡ് എഴുതിയിട്ടില്ല എന്ന് ശ്രദ്ധിക്കുക. 3 സ്റ്റഡി എഴുതുക, ബ്രാക്കറ്റിലിടുക എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ഈ ഫുൾ സ്റ്റോപ്പിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് തുടങ്ങുകയാണ്. ഇതിലിപ്പോൾ നമ്മൾ ഒന്നിലധികം വർക്ക് വന്നാൽ ചെയ്യേണ്ടത് എന്താണെന്നാണ് പറഞ്ഞത്. ഇനി ഒരാളുടെ തന്നെ ഒരേ ഇയറിലെ 2 വർക്ക് വന്നാൽ എങ്ങനെ ചെയ്യണം? A, B എന്നിടുകയാണ് ചെയ്യുന്നത്. ബോയ്സൺ 2015 A, 2015 B. ബോയ്സൺ എറ്റാൾ, ബോയ്സിൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ കൂടിയുണ്ട്, എറ്റാൾ 2014 സ്റ്റഡി ഉണ്ട്. ഈ സ്റ്റഡിയും തമ്മിൽ വേർതിരിക്കാൻ തമ്മിൽ സെമിക്കോളൻ ഉണ്ട്, ഇവിടെ സെമിക്കോളൻ ഉണ്ട്. അത് കഴിഞ്ഞ് 3ാമത്തെ സ്റ്റഡി, ഇതിൻ്റെ ഇടയ്ക്ക് ആൻഡ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് വേറെ സ്റ്റൈൽ കണ്ടു. അത് കഴിഞ്ഞ് അടുത്തൊരു വാചകം എഴുതി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റെഫറൻസ് ഇതിലെന്താണ്, 1ാമത്തെ ആളുടെ റെഫറൻസ് സ്റ്റോവൽ എറ്റാൾ എന്ന് പറയുന്നത്. 2ാമത് കുറച്ച് ആൾക്കാർ, സ്റ്റോവലിൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട് എറ്റാൾ എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ ഇത് സെൻറ്റൻസിൻ്റെ അവസാനമല്ല ഈ വാചകം. ആ വാചകം നമുക്കൊന്ന് വായിച്ചു നോക്കാം. In the last 20th century, considerable attention has been directed towards consequences of administering SETs online within bracket. Because low response rate, എന്നുവെച്ചാൽ ഈ സെൻറ്റൻസ് കണ്ടിന്യൂ ആയി പോവാണ്, പക്ഷേ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ആ റെഫറൻസ് എഴുതി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പല രീതിയിലുള്ള റെഫറൻസുകൾ കാണാം. ഇനി അടുത്ത ഹെഡിങ്, ഇത് ഫസ്റ്റ് ഹെഡിങ് ആയിരുന്നു. ഫസ്റ്റ് ഹെഡിങ് സെൻട്രലായിരുന്നു. ഇത് സെക്കൻഡ് ഹെഡിങ്ങിൻ്റെ പേര് സെക്കൻഡ് ലെവൽ 2 ഹെഡിങ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഫസ്റ്റ് ലെവൽ ഹെഡിങ്, സെക്കൻഡ് ലെവൽ ഹെഡിങ്. അപ്പോൾ സെക്കൻഡ് ലെവൽ ഹെഡിങ്ങിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് തുടരാം. ഈ വാചകം ഇങ്ങനെ വന്ന് വേറൊരു റെഫറൻസ്, റെയ്നർ ആൻഡ് ആർണോൾഡ്. ഇവിടെ ഒരു ആൻഡ് വന്നിട്ടുണ്ട്, നോക്കാം. റീനർ ആൻഡ് ആർണോൾഡ് എന്നുവെച്ചാൽ റീനറിൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ഓതറായിട്ട്. പക്ഷേ ഇത് സിംഗിൾ വർക്കാണ്. ഇവിടെ ഞാൻ ഈ എറ്റാൾ പറയുമ്പോൾ പറഞ്ഞു അതിൽ കുറേയധികം ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ കുറേയധികം ആൾക്കാരില്ല, 2 ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ 2 ആൾക്കാരുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആൻഡ് ഇട്ടിട്ട് അവരുടെ പേര്, ഇതിനാണ് നമ്മൾ ആൻഡ് ഉപയോഗിക്കുള്ളൂ. 2 ഡിഫറൻറ്റ് വർക്കുകളാണെങ്കിൽ ആ വർക്ക് 2ഓ 3ഓ വർക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആൻഡ് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇത് ഒരേ വർക്കാണ്, 2 ആൾക്കാരുടെ പേരുണ്ടെങ്കിൽ ആ 2 ആൾക്കാരുടെ പേരിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ അഗെയിൻ സെക്കൻഡ് ലെവൽ ഹെഡിങ്ങിൻ്റെ പ്രത്യേകത നോക്കുക, ബോൾഡാണ്, ഓരോ ആദ്യത്തെ അക്ഷരവും ക്യാപിറ്റലാണ്. ഓക്കെ, ലെവൽ 2 ഹെഡിങ്. അത് എങ്ങനെയാണെന്ന് APA
7th എഡിഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേജ് നമ്പറൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയുള്ള ഒരു സ്റ്റൈൽ റെഫറൻസ് കൂടി നോക്കുക, ഒരു പുതിയ സ്റ്റൈൽ റെഫറൻസ്. ഇത് മൊത്തം മാറ്റർ നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ ഇട്ടിട്ടില്ല. കാണാനുണ്ടോ എന്നുള്ളത് അറിയില്ല നിങ്ങൾക്ക്. ഇവിടെയായിട്ട് മൊത്തം പേര് ബ്രാക്കറ്റിനുള്ളിൽ ഇട്ടിട്ടില്ല. ആ വാചകം ദ പൊട്ടൻഷ്യൽ ഫോർ ബയാസ്ഡ് എത്തിസിറ്റി സെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി മൈറ്റ് ബി ഡോമിനേറ്റഡ് ബൈ ലോ പെർഫോമിംഗ് സ്റ്റുഡൻസ് എവരി എറ്റാൾ ഫൗണ്ട് ദാറ്റ് എന്നുവെച്ചാൽ സെൻറ്റൻസാണ്. ഇയാൾ ഫൗണ്ട് ചെയ്തു എന്ന് പറഞ്ഞ സെൻറ്റൻസായിട്ട് ഇൻ ടെക്സ്റ്റ് റെഫറൻസിൽ എഴുതുന്ന മറ്റൊരു സ്റ്റൈൽ. എല്ലായ്പ്പോഴും നമ്മൾ ബ്രാക്കറ്റിലല്ല എഴുതുക, ബ്രാക്കറ്റിൻ്റെ പുറത്തും വരുന്ന രീതിയുണ്ട് ആളുടെ പേര്. അങ്ങനെയാണെങ്കിൽ അയാളുടെ പേര് ഈ സെൻറ്റൻസിൻ്റെ പാർട്ടായിട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ ഒന്നും ഇവരുടെ പേര് സെൻറ്റൻസിൻ്റെ പാർട്ടല്ല, പക്ഷെ ഇവിടെ വരുമ്പോൾ ഇയാളുടെ പേര് സെൻറ്റൻസിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നു. ഇനി GPAs were more likely to complete online evaluations likewise അതേപോലെ ജാക്വറ്റ് എറ്റാൾ എന്ത് ചെയ്തു, റിപ്പോർട്ടഡ് ദാറ്റ്. എപ്പോഴും നോക്കുക, ഈ ജാക്വറ്റ് എറ്റാൾ എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ആ സെൻറ്റൻസിൽ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇൻ ടെക്സ്റ്റ് റെഫറൻസ് കൊടുക്കാൻ രണ്ട് രീതി ഉണ്ടെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് പാരന്തറ്റിക്കൽ രീതിയും. എവിടെയാണത് കണ്ടത്? ഞാൻ എവിടെയോ കണ്ടു, ഇപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നില്ല. ഒന്ന് ഇൻ ടെക്സ്റ്റിലും, ജസ്റ്റ് ഇവിടെ തന്നെ നമ്മൾക്ക് നരേറ്റീവ് സൈറ്റേഷൻ വെച്ചാൽ ആ വാചകത്തിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകുക എന്നുള്ളതാണ് നരേറ്റീവ് സൈറ്റേഷൻ. മറ്റേത് പാരന്തറ്റിക്കൽ. ഇങ്ങനെ രണ്ട് രീതിയിലും ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ ചെയ്യാം. ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ ചെയ്യാൻ രണ്ട് രീതികൾ, നരേറ്റീവ് ആൻഡ് പാരന്തറ്റിക്കൽ. അപ്പോൾ അതിൽ ഈ പറഞ്ഞൊക്കെ പാരന്തറ്റിക്കലാണ്, ഇതൊക്കെ പാരന്തറ്റിക്കലാണ്, ഇത് പാരന്തറ്റിക്കലാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇത് നരേറ്റീവായി, നരേറ്റീവ് സൈറ്റേഷൻ. അപ്പോൾ ഈ നരേറ്റീവ് സൈറ്റേഷൻ എഴുതണമെങ്കിൽ നമ്മൾ ആ വാചകം, ഇവർ പറഞ്ഞ വാചകത്തെ നമ്മൾ പാരാഫ്രൈസ് ചെയ്താലേ പറ്റൂ. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ അതിൽ? ഇനി ഇവിടെ ഒരു വലിയ വാചകം വരുന്നുണ്ട്. SETs ഓൺലൈൻ എവരി എറ്റാൾ കുത്തുകോമ ഡൊമിനി എറ്റാൾ കുത്തുകോമ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആയിട്ട് ആൻഡ് ഇല്ല. കുറേയധികം സ്റ്റഡികൾ അവിടെ റെഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ എന്താണ് വന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള വേറെ സാധനമാണ് എൻ ഡാഷ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. N ഡാഷ് M ഡാഷ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ഹൈഫണുകളുണ്ട്. ഹൈഫൺ തന്നെ പലതരത്തിലുണ്ട്. അപ്പോൾ അത് പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു രീതി വന്നിട്ടുള്ളത്. ഓക്കെ, അഗെയിൻ ലെവൽ 2 ഹെഡിങ് ഇവിടെ ഉണ്ട്. ലെവൽ 2 ഹെഡിങ് ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണം. നമ്മുടെ R എന്നുള്ളത് നോക്കുക ഇറ്റാലിക്സ് ആണ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെൻ്റ് ആണ് R എന്ന് പറയുന്നത്, കോറിലേഷനെ കാണിക്കാനുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ലെറ്റർ ഇറ്റാലിക്സ് ആക്കണം എന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു എക്സലൻ്റ് കിടക്കുന്നുണ്ട്, എന്താണ് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല, നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇനിയും അടുത്ത വീഡിയോ അടുത്തൊരു ഭാഗം തൊട്ട് അടുത്തൊരു വീഡിയോ ആക്കാം. അവിടെ പ്രത്യേകിച്ചൊരു ഐഡിയ ഉണ്ടായിട്ടല്ല ഞാൻ ബ്രേക്ക് ചെയ്യുന്നത്, കുറേ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടി ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.